ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ കഴുകാനായി കുളിർക്കാറ്റും തുന്നിക്കൈകൾ. സൂപ്പറായിട്ടുണ്ട്. കേമായിരിക്കണു. എങ്ങനെയുണ്ട് നമ്മുടെ വസ്ത്രം? കേമായിരിക്കണു. നമ്മുടെ ഷൂ എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മുടെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയുണ്ട്? പറയാനില്ല. അപ്പൊ ഈ പ്രാവശ്യം നമ്മള് ഫ്രീക്കാണ്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനെ സിംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ. മാവേലി എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടത് വെച്ച് ഏറ്റവും സുന്ദരനായ മാവേലിയാണ്. എന്റെ പൊന്നെ. പിന്നെ ന്യൂജൻ മാവേലിനെ കണ്ട എല്ലാരും വരും പാതാളത്തേക്ക് കൂടെ. ഓണത്തിനോ മൂലം വേണം, മൂലത്തിനോ അത്തം വേണം, ചിങ്ങത്തിൽ നല്ലത്തം വന്നാൽ പൂക്കളം വേണം. ഇപ്പൊ നോമ എത്തിയിരിക്കണു കണ്ടോ. തൃശ്ശൂർ കോർപ്പറേഷന്റെ മുൻപില് നമ്മൾ തൃശ്ശൂർ വന്നിട്ട് നമ്മുടെ നഗരത്തിന്റെ പിതാവിനെ ഒന്ന് കാണാണ്ട് എങ്ങനെയാ പോവാ. അപ്പോൾ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അതേ കണ്ടോ നിൽക്കുന്നുണ്ട്. നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് അകത്ത് നമ്മുടെ നഗരത്തിന്റെ പിതാവുണ്ടോ? പിതാവുണ്ട്. അപ്പൊ പോയി കാണാം. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? നന്നായിരിക്കുന്നു. ഉഷാറാണോ? ഉഷാറാണ്. അപ്പൊ ഞാൻ നീട്ടുന്നില്ല, നമ്മുടെ പിതാവിനെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഇതിലേക്ക് വന്നിട്ട് പിന്നെ കാണാണ്ട് പോണ ശരിയാണോ? ശരിയല്ല, കാണണം. ഉഷാറാവട്ടെ. ഉഷാറല്ലേ? അപ്പോ അകത്തുണ്ടെന്നാ പറഞ്ഞേ. നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് ചെറ്റി അടിച്ചിട്ട് നമുക്ക് വരണം. അപ്പോൾ ഇങ്ങോട്ട് പോന്നോളാ, വേഗം പോന്നോളാ, വേഗം പോന്നോളാ. അപ്പോൾ കണ്ടോ എന്തോ ഭംഗിയാണ് നോക്കിക്കേ. കണ്ടോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ നഗരം, അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് കണ്ടില്ലേ, തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കാര്യാലയം. അപ്പോൾ നമ്മുടെ പിതാവിനെ ഒന്ന് കണ്ട വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് വരാം. ഫൺ വിത്ത് മാവേലി. അപ്പോൾ നോം അങ്ങനെ നമ്മുടെ നഗരത്തിൻ്റെ പിതാവിൻ്റെ നോം നമ്മുടെ നഗരത്തിന്റെ പിതാവിന്റെ അടുത്തേക്ക് വന്നിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഓണത്തിന്റെ ഒരുക്കം എവിടം വരെ ആയാവോ? ഓണം ഇപ്പോൾ വളരെ തകൃതിയായിട്ട് നടക്കില്ലേ. തൃശ്ശൂർക്കാർക്ക് ഓണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പുലിക്കളിയൊക്കെ ഇപ്പോൾ നാലോണത്തിൻ്റെ അന്ന് 18-ാം തീയതി പടയ്ക്കുന്നോണ്ട് നിൽക്കണേ. അങ്ങോട്ട് തകർക്കുക അങ്ങോട്ട് ഒരു വിട്ടുവീഴ്ചയില്ല. തൃശ്ശൂർക്കാർ പറഞ്ഞു അത് കറക്കാതിന് ഒരു ഉദ്ദേശം. പല കാര്യങ്ങളും ഇപ്പം പഴയ പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം 4 ടീം, ഇന്ന് ടീം 7. അപ്പോൾ വെറുതെ അല്ല, പെട്ടക്കി അങ്ങോട്ട് തൃശ്ശൂർക്കാർ വിടില്ല കേട്ടോ. അപ്പം എങ്ങനെയാ പണ്ട് ഒരു ദിവസം ഒരു മാവേലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, നോം അറിഞ്ഞിരുന്നു. അതുപോലെ മാവേലി ആയിരുന്നു. ഇപ്പം അത് നോക്കുക. അതാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം ഇവിടെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ തൃശ്ശൂരിന് എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ് കേട്ടോ നമ്മുടെ മേയറെ സംബന്ധിച്ച്. മേയർ ഇത്തിരി കണിശുകാരനാണെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണമെന്നാണ് നമ്മുടെ പ്രജകളുടെയൊക്കെ ഒരു അഭിപ്രായം. അതാണ് ഈ പുലിക്കളി. നമ്മൾക്ക് വേണ്ട, ഇല്ല, നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുലിക്കളി 4 ഓണത്തിനാൾ അങ്ങോട്ട് രമ്പും. അതാണ് നമുക്ക് വേണ്ടത്. ഒപ്പം തന്നെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണാഘോഷത്തിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരണം? ആഘോഷം ഈ പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഡിവിഷനിലും നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് കലക്കണത് പോകണം. എല്ലാ ഡിവിഷനിലും കാശ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ കുമ്മാട്ടിക്ക് വരെ കാശ് കൊടുക്കണം. തൃശ്ശൂർ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല. ഇപ്പോൾ തൃശ്ശൂരൊക്കെ നമ്മളുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ കൊടുത്തേക്കാട്ടിൽ 25% കൂട്ടി കൊടുക്കണം. ഇപ്പോൾ അങ്ങോട്ട് ആഘോഷിക്കിട്ടാണ് പേട്ടക്കിട്ട് അങ്ങോട്ട്. പിന്നെ നമ്മുടെ പ്രജകളോട് ഈ TCVയിലെ ഫൺ വിത്ത് മാവേലിയോടൊപ്പം നമ്മുടെ നഗരത്തിൻ്റെ പിതാവുണ്ട്, എന്താണ് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഓണം വരും പോവും. പക്ഷെ നമ്മളാരും ഈ പറഞ്ഞ പോലെ തന്നെ ഓണത്തിന് കാണുന്ന പോലെയുള്ള സ്നേഹവും സാഹോദര്യവും സമാധാനവും പണ്ട് കാലത്ത് മാവേലി വന്നൻ വന്നതുപോലെ ഉണ്ടാകണം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സൂക്ഷിക്കേണ്ട പിള്ളേരാണ്. തൃശ്ശൂർക്കാരായാലും നമ്മൾ ആരായാലും കുഴപ്പമില്ല. കാര്യങ്ങൾ അങ്ങോട്ട് ഗൗരവത്തോടെ എടുത്തിട്ട് മുന്നോട്ട് പോകേണ്ട കാലമാണ് ഇപ്പോൾ.
കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, മയക്കുമരുന്നിന് അടിമയാവാണ്ടിരിക്കുക. നല്ല കുട്ടികളാണെന്നുള്ളത് എല്ലാവർക്കും തോന്നാവുന്ന വിധത്തിലുള്ള നല്ലൊരു ഓണവും മാവേലിക്ക് തോന്നണം. എന്തുകൊണ്ട് നമ്മുടെ തൃശ്ശൂർക്കാർ നല്ലവരാണെന്ന് തോന്നാവുന്ന വിധത്തിലുള്ള ഒരു നല്ല കാര്യം നടത്തി തന്നെ ഇപ്രാവശ്യം ഓണം പൊടിക്കട്ടെ. അങ്ങോട്ട് തകർക്കട്ടെ. അപ്പോൾ ഒരു ഓണാശംസയോടെ നന്നായിട്ട് ഓണാശംസ എല്ലാവർക്കും. ഓണം കേട്ടോ, തൃശ്ശൂർക്കാർക്കും കേരളത്തിനും ലോകമാകെ എല്ലാ മലയാളിക്കും ഓണം. അപ്പോൾ നോമ സന്തോഷമായിരിക്കണു കണ്ടോ. അപ്പോൾ വെറുതെ നോമ അങ്ങനെ പോണില്ല. പാതാളത്തിൽ നിന്ന് വന്നിട്ട് നമ്മളൊരു സമ്മാനം അങ്ങ് തരുന്നുണ്ട്. കണ്ടോ, ഇതേ കണ്ടോ, നമ്മുടെ തൃശ്ശൂർ പള്ളികൾ റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഒരു ഇടിവിട്ട് സമ്മാനമാണ് നമ്മുടെ പിതാവിന് നമ്മൾ കൊടുക്കണത്. സന്തോഷമായി, നോമ ഒരുപാട് സന്തോഷിച്ചിരിക്കണു. സന്തോഷം കേട്ടോ. നോമ ഇങ്ങനെ അങ്ങോട്ട് കറങ്ങുകയാണ്. അത്തത്തിന് വന്നതാണ്, അത്ത പൂക്കളം കണ്ടു, മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. സാംസ്കാരിക തലസ്ഥാന നഗരി മനസ്സങ്ങോട്ട് നിറഞ്ഞു. അങ്ങോട്ട് തിരക്കാണ്. ആളുകൾ പറയണത് എല്ലാ വർഷത്തേലും ഈ വർഷം നല്ല ഉഷാറായിട്ട് പോണൂന്നാ. അത് തന്നെ അങ്ങോട്ട് സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. സന്തോഷം കേട്ടോ. ഓണപ്പടക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും 1000 ആശംസകളൊക്കെ നേരുകയാണ് കേട്ടോ. എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഹാപ്പി അല്ലേ? എല്ലാം ഉഷാറാണല്ലോ? ഉഷാറാണ്. സന്തോഷാണല്ലോ? സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷത്തിലാണ് പോണത്. നോമും സന്തോഷത്തിൽ പോകുന്നു. വീണ്ടും വീണ്ടും ഇനിയും വരുന്ന നാളുകളിലൊക്കെ വരാം. താടിയൊക്കെ അങ്ങനെയൊക്കെ തന്നെ. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. സുഖമാണല്ലോ അല്ലേ? സുഖം, സന്തോഷം. അപ്പോൾ എല്ലാവരും ഇവിടെ ഒരു ചേട്ടൻ സുഖമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ നഗരത്തിൻ്റെ പിതാവിൻ്റെ അടുത്തുനിന്ന് നമ്മൾ നഗരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കടന്ന് പോവുകയാണ്. ഫൺ വിത്ത് മാവേലി. നമസ്കാരം. അങ്ങനെ വീണ്ടും നോമ എത്തിയിരിക്കുന്നു. വേറെ സ്ഥലത്തൊന്നും അല്ല, തൃശ്ശൂര് നമ്മുടെ കുട്ടികൾ ഒക്കെ കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു പാർക്ക്, മനോഹരമായൊരു പാർക്കിലാണ് ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത്. വേറൊന്നുമില്ല, ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞ് നോം വന്നപ്പോൾ നോമിന് ഒന്ന് പാർക്കിലൊക്കെ കയറി ഊഞ്ഞാലൊക്കെ ഒന്ന് ആടാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ നീട്ടുന്നില്ല, ഇന്ന് ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് ഫൺ വിത്ത് മാവേലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോരെ നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം, എന്തായി ഓണൊക്കെ? ഓണൊക്കെ എത്തി. എന്താ പേര്? അനുഷ. എവിടെന്ന് വരണേ? നടത്തറ. പേരെന്താണോ? അക്ഷയിനി. നോമിനെ കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടിട്ടുണ്ട്? ആദ്യമായിട്ടാണോ കാണണേ? ആദ്യമായിട്ടാണോ കാണണല്ലേ? നോമിന്റെ പേരറിയോ? നോമിന്റെ പേരറിയോ? മാവേലി. എന്താ പേര് കുഞ്ഞിന്റെ? ആദിദേവ്. അപ്പോൾ ഓണത്തിന്റെ എന്താണ് പറഞ്ഞോളൂ. ഓണത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെ, കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞോളൂ. എങ്ങനെയാണ് പരിപാടി? ഓണത്തിന് ഇപ്പം എന്താ, ഡ്രസ്സൊക്കെ ഓണക്കോടി കിടക്കൽ കഴിഞ്ഞു. സംഭവങ്ങൾ ഇനിയിപ്പോൾ ഇവർക്ക് എക്സാമാണ്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണമായില്ല. പെട്ടെന്നല്ല പ്രാവശ്യം ഓണം. പരീക്ഷ കഴിയലും ഓണമൊക്കെ വേഗത്തി. ടൂറ അങ്ങനെ വല്ല പരിപാടിയൊക്കെ ഉണ്ടോ? അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അച്ഛമ്മയുടെ വീട് എവിടെയാ? ആറാട്ടുപുഴ. തൊട്ടടുത്താണല്ലോ. അതെ. ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാപ്പാടായി. അപ്പോൾ നമ്മുടെ ഒരു പാട്ട് ഞങ്ങൾക്ക് പാടിത്തരാമോ? മിടിക്ക് കുട്ടിക്ക് പാട്ടറിയാം നിനക്ക്? ഒരു പാട്ടൊക്കെ പാടിക്കേ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ പാട്ട്. അപ്പോൾ വെറുതെ വിടുന്നില്ല, നോം പാതാളത്തിൽ നിന്ന് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനം അങ്ങോട്ട് തരാൻ പോവാണ്. കണ്ടോ, നമ്മുടെ പള്ളിക്കുളം റോഡ് പോയിട്ടുണ്ടോ? പള്ളിക്കുളം റോഡ് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ സമീപമാണ് പള്ളിക്കുളം റോഡ്. ആ പള്ളിക്കുളം റോഡിലുള്ള ഏറ്റവും വലിയൊരു ജ്വല്ലറിയാണ്. ഏതാണെന്നറിയോ? തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഒരു അടിപൊളി സമ്മാനം അങ്ങോട്ട് തരാൻ പോവാണ്. അങ്ങോട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ സന്തോഷമായോ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ മനസ്സ് നിറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ദാ ഇവിടെ കുറച്ച് പേര് നിൽക്കണം. ഇനി മാവേലിനെ തുടരുന്നുണ്ടോ? തൊട്ടോ. ഇനി ആർക്കൊക്കെ തുടരണേ? ഇന്ന് കംപ്ലീറ്റ് തുടരല് ആരാ? രാവിലെ തൊട്ടോ. അതെ, മാവേലിനെ തുടരണം, കിരീടം തുടരണം. അപ്പോൾ എവിടെ നിന്നാണ് വരണേ? വേലൂര്. ഓണത്തിൻ്റെ ഒരു കടമരയായി
ഓണത്തിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ ഓരോ ഓണ പരിപാടികളായി. അപ്പോൾ ഈ വർഷം എങ്ങനെയൊക്കെയാണ് ടൂറ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഒരു പൂക്കളിടുന്നുണ്ട്, പിന്നെ ഓണസദ്യ ഭയങ്കര കേമാക്കാനാണ് ഇപ്രാവശ്യത്തെ പ്ലാൻ. എത്ര തരം പായസം ഉണ്ടാവും? 2 തരം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പാലട പ്രഥമൻ. ആരൊക്കെ ഉണ്ടാക്കും? ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കും. നിങ്ങളൊക്കെ കൂടുവോ? കഴിക്കാനല്ല, അമ്മേനെ സഹായിക്കാൻ. അപ്പോൾ ഇതിൽ ഞാൻ ആരൊക്കെ പാട്ട് പാടണവരൊക്കെയാ? അത് തുടങ്ങിക്കോ, ഒരുമിച്ച് നിങ്ങളുടെ പാടിക്കോ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ കഴുകാനായി കുളിർക്കാറ്റും ചുണ്ടിക്കൈകൾ. ഓണവില്ലിൽ ഊനാലാടും വർണ്ണക്കിളിയെ, എന്നിൽ കഴുകാനായി കിളിർക്കാറ്റും കുഞ്ഞിക്കൈകൾ. സൂപ്പറായിട്ടുണ്ടല്ലോ. എങ്ങനെയാ സമ്മാനം കൊടുക്കാണ്ടിരിക്കാൻ പറ്റുക? നമ്മുടെ കുട്ടികളൊക്കെ നല്ല മനോഹരമായ പാട്ടുകൾ ഇങ്ങനെ പാടിത്തരുമ്പോൾ. അപ്പോൾ വീട് വേലൂര്. അപ്പോൾ ഈ പ്രാവശ്യം ടൂർ അങ്ങനെ വല്ല പരിപാടിക്കുണ്ടോ? പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ വർഷം പോകാറുണ്ട്. എവിടേക്കൊക്കെ പോറ്? നെല്ലിയാമ്പതി പോകാറുണ്ട്, ആതിരപ്പള്ളി. നമ്മുടെ ഇവിടെ തന്നെ അടുത്ത് തന്നെ, കളിക്കൊന്നുമില്ല. കുട്ടികൾ എല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിച്ചങ്ങനെ പോടും. അതെ. അപ്പോൾ ഒരു സമ്മാനം അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഒരു ഇടിവെട്ട് സമ്മാനം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങനെ തരുവാണ് കേട്ടോ. സന്തോഷമായോ? എന്തോരായി? കുറേയായി. ഇത് പ്രതീക്ഷിച്ചോ? മാവേലിനെ കാണുന്നു പ്രതീക്ഷിച്ചോ? ഓക്കെ. എല്ലാവരും ഉറക്കെ ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഒന്നോടെ അങ്ങോട്ട് പറയാ. നമസ്കാരമുണ്ട്. നമസ്കാരം. എവിടെന്നാ പറഞ്ഞേ? വടൂക്കര. എന്താ പേര്? ഫർഹ. വൈഷ്ണവി. സംസാരം കൊള്ളാം. ആരുടെ? നോമിന്റെ സംസാരം ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ സംസാരിക്കുക? സൂപ്പറായിട്ടുണ്ട്. കേമായിരിക്കണു. എങ്ങനെയുണ്ട് നമ്മുടെ വസ്ത്രം? നമ്മുടെ ഷൂ എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മുടെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയുണ്ട്? പറയാനില്ല. അപ്പൊ ഈ പ്രാവശ്യം നമ്മള് ഫ്രീക്കാണ്. അതെ, ജനറേഷൻ ഒന്നങ്ങോട്ട് മാറി, കാലത്തിനൊപ്പം സഞ്ചരിച്ചു. അതെ, കാലത്തിനൊപ്പം കോലം കെട്ടണം എന്നാണ് പറയണേ. ഈ കോലം കൊള്ളാം. അയക്കണ്ട. ഇത് ഇങ്ങനെ കൊണ്ടായാലോ? തിരിച്ചു പോകാണ്ടിരിക്കാൻ പറ്റില്ല മോളെ. കാരണം 10 ദിവസത്തേക്ക് നമുക്ക് പരോള് കിട്ടിയേക്കണേ. 10 ദിവസം കഴിയുമ്പോൾ തിരിച്ച് പാതാളത്തിലേക്ക് തന്നെ പോകണം. നോം എന്നാലും അടുത്ത വർഷം വീണ്ടും വരും. പാതാളം എങ്ങനെ അടിപൊളിയാ? പാതാളം നീ പോരുന്നോ? പോരുന്ന എൻ്റെ കൂടെ നമുക്ക് 10 ദിവസം കഴിയുമ്പോൾ പോരെ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. കൂടെ വരുന്നോ? 100 വട്ടം സംഭവം എന്ന് പറഞ്ഞ. അപ്പോൾ ഈ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഓണം അടിപൊളി. പക്ഷെ വയനാട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, സൂപ്പർ. ഓണം എപ്പോഴത്തെ പോലെ അടിപൊളിയല്ലേ? ഈ പ്രാവശ്യം ഓണക്കോട്ടിയൊക്കെ എടുത്തോ? എടുത്തിട്ട് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. കിട്ടും ഓണം കഴിഞ്ഞാലും? കിട്ടും തോന്നുന്നുണ്ട്, സാധ്യത പറ. ഓണം കഴിഞ്ഞാലും കിട്ടില്ല അല്ലേ? കിട്ടിയില്ലെങ്കിൽ മാവേലിൽ നിന്ന് ഇടപെടും. നോം ഇടപെടാണ്ടിരിക്കോ? നമുക്കൊരു മൊബൈൽ വേണല്ലോ. നമുക്കൊരു മൊബൈല് മാത്രം നമ്മുടെ ഇല്ല. ആണോ? ഒരു മൊബൈൽ വാങ്ങണം. പാതാളത്തേക്ക് പോണ സമയം നമുക്ക് ശരിയാക്കാം. അപ്പൊ ഫർഹാൻ സുഖം. അയ്യോ, എനിക്കറിയില്ല. അടിപൊളിയായിട്ട് പാടും. സത്യമായിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ പറയരുത്. സത്യമായിട്ട് അറിയില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് പാടാം. എനിക്കറിയില്ല. വിഷ് ഹാപ്പി വേറെ വല്ലതും പറയും. പാട്ടുണ്ട്. ബർത്ത്ഡേ ഒന്നോ? അല്ല, ഹാപ്പി ഓണം. പറഞ്ഞോ. മാവേലിനെ പറ്റി കുറച്ച് പൊക്കി പറയാം പോരെ? മാവേലി എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടത് വെച്ച് ഏറ്റവും സുന്ദരനായ മാവേലിയാണ്. എന്റെ പൊന്നെ. പിന്നെ ന്യൂജൻ മാവേലിനെ കണ്ട എല്ലാരും വരും പാതാളത്തേക്ക് കൂടെ. അങ്ങനെ ആരെ കൊണ്ടുപോകുന്നില്ല. എന്നെ കൊണ്ടുപോയില്ലേ? നീ പോരെ കേട്ടോ. വേറെ ആരെയും നമ്മള് പാതാളത്തിൽ എല്ലാം കൊണ്ടത് പാതാളം നിറക്കണില്ല. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തൊന്നാർക്കും മുട്ടില്ലതാനും. ആപത്തുണ്ടായി. ശരി, വേണ്ടാന്ന് ഞാൻ 100 വട്ടം പറഞ്ഞു. എന്താണ് ആപത്തുണ്ടായത്? സമാധാനായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി വന്ന അപ്പൊ എന്റെ മാവേലി നിക്കണു അല്ലേ? മാവേലിനെ കണ്ടോണ്ട് ഇനി ഓണം അടിപൊളിയായിരിക്കും. ഉഷാറാവട്ടെ. ഹാപ്പി ഓണം. അപ്പൊ വെറുതെ നോം ഇടുന്നില്ല. ഞങ്ങക്ക് അറിയാം. എന്തറിയാം? വെറുതെ മാവേലി എന്ന് പറഞ്ഞ വെറുതെ വിടില്ല. എങ്ങനെ? മാവേലി എന്ന് പറഞ്ഞ വെറുതെ വിടില്ല. നിസ്സാരക്കാരനല്ലേ? അല്ല, രാജാവാണ്. അതെ. അപ്പൊ നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഗോൾഡൻ സമ്മാനം അങ്ങോട്ട് തരികയാണ്. 2 പേർ കൂടെ പിടിച്ചോ.
സന്തോഷായോ? പിന്നെ സന്തോഷായോ? സന്തോഷായി വല്ലാണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മാവേലി എന്ന് പറയുമ്പോൾ സർപ്രൈസ് ആയിട്ട് വരുന്ന ആളല്ലേ. അതെ, അതായി. അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. പരിശുദ്ധ സ്വർണത്തിന്റെ തിളക്കവുമായി ഉടൻ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നു സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. ആശംസകളോടെ TJKC, MFTC, NITC ആൻഡ് ഫാംകോ. ആക്ഷൻ. ജെന്യുവൻ ആയിരിക്കണം, വിശ്വസിക്കാനും പറ്റണം. കട്ട് കട്ട് കട്ട്. ഇവിടെ ആക്ഷൻ പറഞ്ഞത് കേട്ടോ? സോറി സർ. എന്താ കല്യാണ ആലോചന ആയിരുന്നോ? അത്യാവശ്യത്തിന് സ്വർണം പണയം വെക്കാനാ. വിശ്വസിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കുക. അതായിരുന്നു. എങ്കിൽ വിശ്വാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെ ഉറപ്പും വേണം. NTC ഫൈനാൻസ് പോലെ ജെന്യുവൻ ആണ്, ഗോൾഡും സേഫ്. NTC ഫൈനാൻസ്, ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. നമസ്കാരം. അങ്ങനെ നടന്ന് ഇവിടെ എത്തി. ഒരല്പസാരം ഇരിക്കുക. എന്താ പേര്? ആർക്കാന്നോ? ആരോൺ. നല്ല പേരാണല്ലോ. നീതു. എങ്ങനെയുണ്ട് നമ്മുടെ ഓണത്തിന്റെ ഒരുക്കം? ഓണത്തിന് വെക്കേഷനായിട്ട് വേണം ഒരുങ്ങാനായിട്ട്. ഇപ്പം സ്കൂളുള്ള കാരണം അങ്ങനെ ഒരുങ്ങാണ്ടിരിക്കുക. ഈ വർഷത്തെ ഓണത്തിന്റെ പരിപാടികളൊക്കെ ഒന്ന് പറഞ്ഞേ. എങ്ങനെയൊക്കെയാണ് പ്ലാനുകൾ, പദ്ധതികളൊക്കെ? പൂക്കളിടൽ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇനി വെക്കേഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് പോകണം എവിടേക്കെങ്കിലും. അങ്ങനെ പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങോട്ടാ പോയേ? കഴിഞ്ഞ വർഷം കാര്യമായിട്ട് പോയിട്ടില്ല. ഇതിൻ്റെ താഴെ ഒരു ഉണ്ണിയും കൂടി ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടിയായിരുന്നു. അപ്പോൾ ആളെന്തേ? ആളെ കൊണ്ടുവന്നിട്ടില്ല, ആൾ ഉറങ്ങുക. അപ്പം എണീറ്റ് കഴിയുമ്പോൾ കരയില്ലേ? ഇല്ല, അവിടെ അപ്പച്ചനും അമ്മച്ചിണ്ട്. അയ്യോടാ, ആരോടെ നീ? കുഞ്ഞ് അനീതിയാണോ? അനിയനാണോ? അനിയൻ ഇട്ടിട്ടാണോ നീ വന്നേക്കണേ? കൊണ്ടുവരാറുണ്ട്, പക്ഷെ ഉറങ്ങണ കാരണം പിന്നെ ശല്യം ചെയ്തില്ല. പിന്നെ ഇപ്പൊ മഴയൊക്കെ ഉള്ളതല്ലേ. എണീറ്റ് കഴിയുമ്പോൾ ചോദിക്കോ ആരോൺ എന്ത് ചെയ്യുന്ന? അത് ചോദിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഓണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ടൂറ് കാര്യമൊക്കെ ഈ പ്രാവശ്യം ഉണ്ടാവൂലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പച്ചൻ, അമ്മച്ചി, ഹസ്ബൻഡ്, പിന്നെ 2 മക്കള്. എന്താ ചെയ്യണേ? ആൾ IT കമ്പനി. ആൾക്ക് ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഓണാഘോഷിക്കാൻ പറ്റുമോ? അല്ല, ഉത്രാടം തിരുവോണം മുടക്കാണ്. അപ്പം അത് കാരണം ആ 2 ദിവസം എന്തായാലും കിട്ടും. പേര് പറഞ്ഞില്ല. ഹസ്ബൻഡിന്റെ പേര് റിനിൽ. നമ്മുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് നീതു. നീതു വല്ലതും ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ജോലി തിരക്കാണ്. അതിന്റെ ഇടയിൽ ഒന്ന് വന്നിരുന്നു. ശനിയാഴ്ചയല്ലേ. ഒരു പാട്ട് പാടിക്കേ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമതത്തോടൊപ്പം വസിക്കും കാലം ആപത്തെന്നാർക്കും ഒട്ടുമില്ല ദാനം ആദികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പുളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. സൂപ്പറായിട്ടുണ്ട്. ഇതാരെ പഠിപ്പിച്ചേ? സ്കൂളിൽ നിന്ന് പഠിച്ചാണ് അല്ലേ? അപ്പൊ നല്ല പാട്ടാണ്, നല്ല പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ പാട്ട് പാടിയ ആരോണ് ഒരു സമ്മാനം അങ്ങോട്ട് തരാമെന്ന് വിചാരിച്ചു. സന്തോഷമായോ? വീട്ടിൽ ചെല്ലുമ്പോൾ അനിയൻ ചോദിക്കോ? അവനോട് കൊടുത്തേരട്ടോ. അപ്പോൾ അവനും കൂടെ ഈ സമ്മാനത്തിൻ്റെ പകുതി കൊടുത്തേക്കാൻ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റൂട്ടിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഒരു ഇടിവെട്ട് സമ്മാനമാണ് ആരോണ് നീതു ചേച്ചിക്കും കൂടെ അങ്ങോട്ട് കൊടുക്കണേ. സന്തോഷമായോ? സന്തോഷമായി. ഇങ്ങനെ പ്രതീക്ഷിച്ചോ? ഇല്ല. മാവേലിനെ കാണുമെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല, കാണുന്നത് പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടുന്ന് വരുമ്പോൾ കണ്ടു. അപ്പോൾ ഇവ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഫൺ വിത്ത് മാവേലി, നമ്മുടെ TCVയിലെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവരുടെ അടുത്തേക്ക് നമ്മൾ കടന്നു. നമസ്കാരമുണ്ട്. മസ്സൊക്കെ ഒന്ന് വിട്. മാവേലി വരുമ്പോഴെങ്കിലും മസ്സൊക്കെ പിടിച്ച് നിൽക്കല്ലേ, റിലാക്സ് ആയിട്ട് നിൽക്കുക. എന്താ പേര്? നിത്യ. അവരൊക്കെ എന്താ ഓടണത്? അങ്ങോട്ട് പോകാനായിരുന്നു. അതെ, ഇപ്പം ഇത്ര നേരം ബസ്സൊന്നും ഉണ്ടായിരുന്നില്ലേ? അല്ല പിന്നെ അവര് പോണവര് പോട്ടെ. ഓണത്തിന് നിങ്ങളെയൊക്കെ കാണാനാ നോമ എത്തണത്. അപ്പോൾ ഉണ്ട് നമ്മളെ കാണാണ്ട് ഓഹർ പോണം. പ്രണവ്. നീ മുടി ഇങ്ങനെ തന്നെയാണോ ജനിച്ചപ്പോ? യെസ്, സത്യം ഇങ്ങനെ തന്നെയാണ്. എൻ്റെ പേര് അമിത്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത്. നിതിൻ. ട്രിവാൻഡ്രംകാരെങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂർ എത്തിയത്? ചുമ്മാ കാണാൻ, റൗണ്ട് കാണാൻ. റൗണ്ട് കണ്ടോ നീ? പോണം. അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. സത്യം. ഉഷാറാണോ തൃശ്ശൂര്? അല്ല, ശരി, പൊടിക്ക് കുറവ്. എന്താ പറ്റിയേ? കൊച്ചിയുടെ അത്ര പോരാ. കൊച്ചിയുടെ അത്ര പോരാ ഇല്ലേ? വട്ടം കറങ്ങിക്കോളട്ടോ.
എവിടെ കറങ്ങിയാലും ഇവിടെ തന്നെ വരണം. യെസ്. ഹാപ്പി ഓണം. ആ ഉണ്ടോ? നോം എത്തിയിരിക്കണു. ഹായ്, ആരാത്? മരത്തിന്റെ മുകളിലൊക്കെ നോമ്പും കയറട്ടെ. ഇടിഞ്ഞ് താഴെ വീണാലോ? ആർക്കും കുഴപ്പമില്ലാന്ന്. 10 ദിവസത്തേക്ക് വന്നേക്കണാണ്. നോമ്പ് താഴെ വീഴോട്ടെ, കുഴപ്പമില്ലാന്ന്. എന്താ പേര്? ഇശൽ ഫാത്തിമ. മുഹമ്മദ് സമാൻ. ഇശൽ ഫാത്തിമേ, രണ്ടുപേരും ഒന്ന് പാട്ട് പഠിക്കേ, ഒന്ന് കേക്കട്ടെ. ഇശലായി നീയേ ഗസലായി നീയേ ഉള്ളിനുള്ളിൽ ബഹറായി നീയേ ഇശലായി നീയേ ഗസലായി നീയേ ഉള്ളിനുള്ളിൽ ബഹറായി നീയേ വാനം കീഴേ പെയ്യും നീരിൽ നോവാറ്റാനായി ഞാൻ നനഞ്ഞേ ഇഷ്കിൻ പൂന്തോപ്പിൽ വീശും പൂങ്കാറ്റേ കാതിൽ നീയുതി നിൻ മോഹം ഇഷ്കിൻ പൂന്തോപ്പിൽ വീശും പൂങ്കാറ്റേ കാതിൽ നീയുതി നിൻ മോഹം. കൊള്ളാം, എല്ലാവരും ഒന്ന് കൈയടിക്കുക. നമ്മുടെ കുഞ്ഞ് പാട്ട് പാടിയിട്ട് നന്നായിരിക്കണം കേട്ടോ. ഓണക്കോടി വാങ്ങി തന്നോ? തന്നു. ഒന്ന് ആലോചിച്ചേ, തന്നില്ല ഇപ്പം നമുക്ക് ചോദിക്കാം. കിട്ടിയോ? ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എവിടെന്നാ വരണാവോ? വാടാനപ്പള്ളി. എങ്ങനെയുണ്ട് നമ്മുടെ തൃശ്ശൂര് പൂരത്തിന്റെ തിരക്കുകളൊക്കെ ആയി? അത് കഴിഞ്ഞപ്പോ ഓണത്തിരക്കായി അല്ലേ? അടിപൊളി. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ ദേ കൊറേ പേര് കാത്തു നിൽക്കണു. അയ്യ അത് ആരൊക്കെയത്? എന്താ പേര്? ഫാത്തിമ സഹല. എവിടെ വീട്? വീട് പഴയന്നൂരാണ്. പഴയന്നൂരാണ് അല്ലേ? നല്ല സ്ഥലമാണല്ലോ. അപ്പോ ഇവിടേക്കൊന്ന് നിക്ക, ചോദിക്കട്ടെ. ഓരോരുത്തരും അറ്റം മുതൽ അങ്ങ് തുടങ്ങാം. പേര്? ഷാഹുൽ. എന്താ ചെയ്യണേ? GST ഓഡിറ്റിംഗ്. എന്താ പേര്? നഫീസ. നന്നായിട്ടുണ്ടല്ലോ. എവിടെന്നാ വാങ്ങണതൊക്കെ? നന്നായിട്ടുണ്ടല്ലോ. ഈ പല്ലക്കാരാ കൊണ്ടുപോയേ? അറിയില്ല. പേര്? തസ്ലീമ. ഇവിടെ ചോദിച്ചു. എന്താ പേര്? രേഷ്മ. ആളുടെ പേരോ? അമർനാഥ്. ബദ്രിനാഥ്. അപ്പോ നോമനെ ഒരു പാട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്നേ, വയറ് നിറച്ച് സന്തോഷമായിട്ടിരിക്കാൻ. എല്ലാ മലയാളികൾക്കും ആദ്യമായിട്ടെൻ്റെ ഓണാശംസകൾ. പാട്ട് നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനെ സിംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ദിനമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സീട്ടി വാഴും രാജാവു നീ എന്നാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം നടക്കു വെച്ച സിന്ധുപൂവന്നപ്പോഴ് ഇല്ലും മിനാത്തി അണ്ണൻ തനി നാടന്തിനുമല്ലോ മിനാത്തി ഇല്ലും മിനാത്തി അണ്ണൻ തനി നാടന്തിനുമല്ലോ മിനാത്തി. ഉഷാറാണ്, ഒന്ന് കൈയടിച്ചാലും. അപ്പോ മാവേലിനെ കുറിച്ച് ഒരു സ്പീച്ച് അങ്ങോട്ട് പറഞ്ഞേ. മാവേലിനെ കുറിച്ച് കണ്ടോ? ക്ലാസ് ഒക്കെ വെച്ച് ഒക്കെ ഇട്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ മാവേലിനെ കണ്ടപ്പോ തസ്ലീക്കല്ലേ പേര്? സഹലക്ക് എന്താ തോന്നി? അത് വെച്ച് ഒന്നുണ്ടെങ്കിൽ പറഞ്ഞൊന്ന് കേക്കട്ടെ. നോമൊന്ന് കേക്കട്ടെ. പറഞ്ഞോ. തൃശ്ശൂര് നമ്മുടെ പാർക്കിൽ വന്നപ്പോ ഞാനും എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോ അതാ നിൽക്കണു ഓലക്കൊടിയൊക്കെ ചൂടിയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടൊരു മാവേലി. പറഞ്ഞോ. ന്യൂ ജനറേഷൻ കാലത്ത് ഇതുപോലൊരു മാവേലിനെ കാണൽ എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം നാം എല്ലാവരും ഇപ്പോൾ വിഷ് ചെയ്യലൊക്കെ ഡിജിറ്റലിൽ കൂടെയാണ്, മൊബൈലിൽ, വാട്സപ്പിൽ, കമ്പ്യൂട്ടർ അങ്ങനെ ആയിപ്പോയി ഇപ്പോഴത്തെ തലമുറ. അതിൽ മലയാളികൾ നാം ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ പാർക്കിൽ വരാൻ കഴിഞ്ഞതിലും മാവേലിനെ കണ്ടതിലും ഞാൻ വളരെയധികം സന്തോഷിതയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും. ഇനി 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 സംസാരിച്ച് അങ്ങോട്ടൊരു മിടുക്കിയായി തീരട്ടെ. ഭാവിയിൽ ആരായി തീരണം? കളക്ടർ പ്ലസ് ഡോക്ടറാണ്. നല്ലത് തന്നെ കേട്ടോ. അനുഗ്രഹിക്കുന്നു കേട്ടോ. നന്നായി വരട്ടെ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണ്ടല്ലേ? സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും കേട്ടോ. അപ്പോൾ സന്തോഷം. ഹാപ്പി ഓണം. അപ്പോൾ പാട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അരിമുല്ല പൂത്തു അരളികൾ പൂത്തു ഇനിയും എന്നാശകൾ പൂത്തില്ല
സൗഗന്ധിക പൂവിരിഞ്ഞു തീർന്നപ്പോഴും സൗഭാഗ്യമെന്നിൽ വിരിഞ്ഞില്ല. ആകാശനീലിമേക്കപ്പുറത്ത് 1000 നക്ഷത്ര പൂവിരിഞ്ഞു. ആകാശനീലിമേക്കപ്പുറത്ത് 1000 നക്ഷത്ര പൂവിരിഞ്ഞു. ആ ദിവ്യ സൗവർണ സന്ധ്യകളിൽ 1000 മോഹങ്ങൾ പോയി മറഞ്ഞു. ആ ദിവ്യ സൗവർണ സന്ധ്യകളിൽ 1000 മോഹങ്ങൾ പോയി മറഞ്ഞു. നന്നായിരിക്കണം കേട്ടോ. പാട്ട് പഠിക്കണ്ടോ? പാട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഹാപ്പി. അപ്പോൾ ഒരു ഹാപ്പി ഓണം കൊടുത്തോ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും. ഹാപ്പി ഓണം. ഉറക്കെ ഒന്നോടെ ഹാപ്പി ഓണം. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, ചാടി മറഞ്ഞല്ലോ, ഉണ്ണി ചാടി മറഞ്ഞല്ലോ. കൂട്ടുകാരെ വരുന്നുണ്ട്, വീട്ടിലിരുന്നാലോ. സാരമില്ല, വീട്ടിലിരിക്കട്ടെ കൂട്ടുകാരെ. അല്ല ചാടി പറഞ്ഞെങ്ങനെ വീണാലോ കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ മുന്നോട്ട് പോവാ. എന്തിനാ പിള്ളേര് ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. ചാടി പറയണ കുട്ടികളൊക്കെ കൊമ്പൊക്കെ വെച്ചിട്ട് കുട്ടി പോണോ നോക്കി. ഇതെന്നാ പൂക്കാവടിയോ? ഇതെന്നാ തലയിലെന്നാ പൂക്കാവടിയോ? ഇതെന്നാ അത് പൂക്കാവടിയാണോ? എന്താ പേര്? റിന്ന റോസ്. എവിടെയാ പോണേ? ആരുടെ കൂടെ വന്നേക്കണേ? അപ്പച്ചൻ്റെ കൂടെയാണോ? ഒരു പാട്ട് പാടി തന്നേ. അറിയോ പാട്ട് പാടാൻ? അറിയില്ല. അപ്പൊ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഉഷാറല്ലേ? അപ്പൊ ഹാപ്പി ഓണം കേട്ടോ. ഹാപ്പി ഓണം. എന്താ പേര്? ശ്രീഹരി. ശ്രീഹരി, പാട്ട് പാടോ? പാട്ട് പാടാൻ മിടുക്കനാണോ? ഒന്ന് കേക്കട്ടെ. ഓണത്തിനോ മൂലം വേണം, മൂലത്തിനോ അത്തം വേണം, ചിങ്ങത്തിൽ നല്ലത്തം വന്നാൽ പൂക്കളം വേണം. മലനാടിൻ മഹാമന്നൻ മഹാബലി വരും നേരം 10 നാളങ്ങാഘോഷിപ്പാൻ സദ്യയും വേണം. പച്ചടിയും കിച്ചടിയും അവിയലും തോരനച്ച പല കറി തുഷനില മേൽ വിളമ്പണം. ഓ ദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതൈതോ ദിത്തിത്താരാദിത്തിത്തൈദിത്തൈതകതൈതൈതോ. അല്ലേ? അപ്പൊ ഓണായോ? എന്തൊക്കെ ആയി? എന്തൊക്കെ വന്നു? എന്തൊക്കെ വാങ്ങി തന്നു? കൊറേ ഡ്രസ്സ്, കളിപ്പാട്ടം മേടിച്ചു തന്നു, പുതിയ ഷൂ മേടിച്ചു തന്നു. പുതിയ ഷൂ കണ്ടില്ലല്ലോ കാലില്. അത് മേടിച്ചിട്ട് ഇപ്പൊ മേടിച്ചതാണ്. അത് കിട്ടി നടക്കണ്ടേ? അപ്പൊ ഉഷാറാവട്ടെ കേട്ടോ. എവിടെ വീട്? തിരുവല്ലാമല. അപ്പൊ എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കം? എവിടെ വരെയായി? ഓണത്തിന് എല്ലാം ഉഷാറായി നടക്കുന്നു. സെറ്റായി. തകർത്താ മതി. ഉഷാറാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം കൊടുത്തേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. എന്താ പേര്? ആദികൃഷ്ണ. നമ്മളിപ്പോ TCBയുടെ ഫൺ വിത്ത് മാവേലിയോടൊപ്പമാണ്. കാണാറുണ്ടോ ഫൺ വിത്ത് മാവേലി? മാവേലിനെ കണ്ടപ്പോ ചില ആൾക്കാർ പറഞ്ഞു മെതിയടി എന്ത് ചെയ്യുന്നത്. അത് തന്നെ ഞാനും ചോദിക്കുന്നത്, മെതിയടിയോടെ പോയി. ഈ മാവേലി ഒരു റോളല്ലേ, ഒരു നല്ല ഫ്രീക്കല്ലേ? നമ്മളിങ്ങനെ കാലത്തിനനുസരിച്ചൊരു മാറ്റം നമ്മൾക്കും ആഗ്രഹമുണ്ട് എല്ലാ പ്രാവശ്യവും അല്ലേ? എങ്ങനെയുണ്ട് ഈ മാവേലി? കുഴപ്പമില്ല. കണ്ണട ലുക്കായിട്ട് പൊളിച്ചൂന്ന് ഒന്നോടൊന്ന് പറഞ്ഞേ. മോൾക്ക് പൊളിച്ചു കണ്ണാടാന്ന് സൗണ്ട് കൂട്ടി പറഞ്ഞേ. മാവേലിയുടെ കണ്ണട പൊളിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ഒരു സമ്മാനം കൊടുക്കണം, കൊടുത്തു വിടണം. നോമിനെങ്ങനാ ആദ്യമായിട്ട് ഒരാളിങ്ങനെ പറയണതേ. എന്നാലും ആവട്ടെ. എന്താ പേര്? രാഗി. എവിടെന്ന് പറഞ്ഞേ? തിരുത്തല്ലൂർ വാടാനപ്പള്ളി. ഞങ്ങള് ഭാര്യയാണ്. ഒരുമിച്ചാണ്. അപ്പൊ വേറെ സ്ഥലത്തൊന്നും അല്ല. അപ്പൊ എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു? തുടങ്ങിയിട്ടുള്ളോ? പർച്ചേസിങ്, മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാണ്. വീട്ടിൽ എന്തൊക്കെ തരം പായസം ഉണ്ടാവും? വീട്ടിൽ എന്നിട്ട് ഞങ്ങൾ പാലട വെക്കാറുണ്ടല്ലോ പ്രാവശ്യം തന്നെ വെക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം പാലടയാണോ? അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 2 പേര് പാട്ടൊന്ന് പാടി തരാമോ? അറിയില്ല. ഞങ്ങൾ ഡാൻസ് കളിക്കാം. അപ്പൊ ഡാൻസ് കളിച്ചോ? അപ്പൊ ഒരു ഡാൻസ് കളിച്ചോ? അമ്മ ഡാൻസ് ടീച്ചറാണോ? എവിടെ ഡാൻസ് പഠിപ്പിക്കണേ? തിരുത്തല്ലൂര്. എവിടെന്നാ പറഞ്ഞേ? തൃശ്ശൂർ അന്തിക്കാട്. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കം? നന്നായി പോകുന്നു. ഓണം നന്നായി പോകുന്നു. തിരക്കാണ്. ഓണത്തിന്റെ തിരക്കായി തുടങ്ങിയില്ലേ? അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങി. അതിനുവേണ്ടി ഇറങ്ങിയതാണോ? അതെ. അമ്മ പേര്? നിസ.
എങ്ങനെയുണ്ട് ഓണത്തിന്റെ നന്നായി ഓണം എന്തൊക്കെ വാങ്ങി തന്നു? കുറേ സാരികൾ വാങ്ങിയിട്ടുണ്ട്. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോ നമസ്കാരം കൊണ്ട് ഓടുവാണോ? ഏത് കോളേജാ? ഗവൺമെന്റ് ലോ കോളേജ്. ലോ കോളേജിലുള്ള ആൾക്കാർ ഇങ്ങനെ ഓടാൻ പാടില്ല, അവിടെ നിൽക്കുക. വർഷത്തിലൊരിക്കൽ നോമ്പ് വരുമ്പോൾ നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ കണ്ട് എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കുഴപ്പമില്ല. ഉഷാറാണോ? പേര് അക്ഷിത. അക്ഷിത. എവിടെ വീട്? ചിറ്റാട്ടുകര. പേര്? ഹന്ന. എവിടെ വീട്? ആമ്പല്ലൂര് മണ്ണൂർ അല്ലേ? അപ്പോൾ അവിടെ എങ്ങനെയാ ഓണാഘോഷം ഉണ്ടോ? ഉണ്ട്. കാര്യമായിട്ടുണ്ടോ? കുഴപ്പമില്ല. ഈ നിങ്ങളുടെ ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെയായി? ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ ഞങ്ങൾക്ക് ഇപ്പോൾ മൂഡ് കോട്ട് കോമ്പറ്റീഷനാണ്, ഞങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടില്ല ഓണാഘോഷം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓണാഘോഷം എങ്ങനെയാ? പ്രത്യേകിച്ചൊന്നുമില്ല. സാധാ പോലെ എന്ന് പറഞ്ഞാൽ നോമൻ അറിയണ്ടേ സാധാ പോലെ എങ്ങനെയാന്ന്? സദ്യ. എത്ര കൂട്ടം കറി ഉണ്ടാവും? കറക്റ്റ് അറിയില്ല, കുറേ 7 8. പായസം? പായസം. എത്ര തരം? ഒരു തരം. അന്നത്തെ ദിവസം വല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കറങ്ങാൻ പോലൊക്കെ ഉണ്ടോ? മാമൻ്റെ കൂടെ പോകും. അതോടെ അന്നത്തെ ഓണം തീരും. പിന്നെ പിറ്റേ ദിവസം അവിടെ നിന്ന് മാമൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. മാമനും വരും. പിന്നെ അവിടെ ഭക്ഷണം കഴിക്കും, ബാലൻസ് ഉള്ള എല്ലാം കഴിക്കും. അത് കഴിഞ്ഞിട്ട് പുലിക്കളി കാണാൻ വരുമോ? പുലിക്കളി കാണാൻ വരണ്ടേ? അപ്പം എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ ഒരു ഓണാശംസ കൊടുത്തേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അച്ഛാ ഓണം 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 അച്ഛാ. മോമൻ അത്ര അറിയുള്ളൂ, 2 വരി അറിയാം. ടീക്കെ അച്ഛ ഓണം. നമസ്കാരമുണ്ട്. അടിപൊളി. അടിപൊളി. അവിടെ വരെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. എവിടെയാ പഠിക്കണേ? പഠിപ്പ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞതാ. അപ്പൊ ഇത് ഓട്ടോ ചാട്ടോ എന്താ പരിപാടി ഉണ്ടല്ലോ? ക്രിക്കറ്റ് ഉണ്ട്. വെറുതെ അല്ലാട്ടോ, പന്തേറാണ്. കുടിച്ചേക്കാം. അങ്ങോട്ട് മാറിയിരിക്കണോ? അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഓണാഘോഷമൊക്കെ എവിടെ വരെ? എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടി തുടങ്ങണുള്ളൂ. അവിടെ ഉണ്ടോ? നാളെ ഉണ്ട്. ഓണപ്പൂക്കളൊക്കെ ഉണ്ടല്ലേ? പായസം ഉണ്ടോ? പായസം അറിയില്ല. സദ്യ ഉണ്ടോ? ഉണ്ട്. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. സന്തോഷം. ഓക്കെ. അപ്പോ വെറുതെ ആൾക്കാരൊന്നും അല്ല, സാറല്ലടാ, സാറെന്നോ. എന്താ വിശേഷം? നല്ല വിശേഷം. സുഖം സുഖം സുഖം. എല്ലാരും ഞങ്ങള് ചെറൂര്. ഈ പാട്ട് പോലെയാട്ടാ, താങ്ങില്ല. പാട്ട് പോല പാട്ട് പോലാന്ന്. പാട്ട് ഇങ്ങോട്ട് പോലാന്ന് ആർക്കറിയാം. എന്തായാലും നമ്മളിങ്ങനെ ഫൺ വിത്ത് മാവേലിയോടൊപ്പം ഇങ്ങനെ നടക്കുകയാണ്, വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. എങ്ങനെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമായിട്ടിരിക്കണു. ഓണത്തിന്റെ ഒരുക്കം അവിടെ വരെ നടന്നുകൊണ്ടിരിക്കണു. ദാനിയയുടെ എത്രാമത്തെ ഓണത്? 3ാമത്തെ ആവണുള്ളൂ അല്ലേ? 2:45. ഓണത്തിന്റെ ഓണക്കൂടിയൊക്കെ വാങ്ങിയോ? വാങ്ങാനുള്ള ഇറക്കത്തിലാണ്. എവിടെന്നാ പറഞ്ഞേ? വില്ലടം. അപ്പോ നമ്മുടെ ആളുകളോടൊന്ന് പറഞ്ഞൊരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം അങ്ങോട്ട് തകർക്കുക. ഓക്കേ. അപ്പോ നമസ്കാരമുണ്ട്. നോമ എത്തിയിരിക്കണോ? വൈകിയില്ല, അത്തത്തിന് തന്നെ എത്തി. എന്താ പേര്? മരിയ. എവിടെന്നാ? ഇരിഞ്ഞാലക്കുട. ഇങ്ങോട്ട് വരിക, ഓടരുത്. നോമിന്റെ അടുത്ത് വന്ന് നിൽക്കുക. നോമിന്റെ അടുത്ത് അവിടെ ഫോട്ടോ എടുക്കുന്ന ആളുണ്ടോ? എന്താ പേര്? ഇങ്ങനെ നിൽക്കുക. അപ്പൊ എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കങ്ങള്? തുണി എടുക്കാൻ വന്നതാടെ. ഇവിടെ വാങ്ങിയോ? വാങ്ങി എടുത്തു. ഓണത്തിന്റെ നിങ്ങളുടെ ഇങ്ങോട്ട് വരിക, അവിടെ മാറി നിൽക്കരുത്. എന്താ പേര്? പുതിയ പേരാണല്ലോ, നോമ അങ്ങനെ കേട്ടിട്ടില്ലാത്ത പേര്, ഒരു വ്യത്യസ്ത പേര്. എന്തായാലും ആവട്ടെ. എന്താ ചെയ്യണേ? ഞാൻ ഡിഗ്രി BSc Physics. ക്രൈസ്റ്റ് കോളേജ്. അർച്ചന. ക്രൈസ്റ്റ് കോളേജ്. അങ്ങനെ കുശുംബിയാണോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. ഓണത്തിന് എന്ത് കൊടുത്തോ കൂട്ടുകാരിക്ക്? ഉപ്പേരിയും ശർക്കര കൊടുത്തോളൂ. അത് കൊടുക്കാൻ പോണല്ലോ. സദ്യ 12-ാം തീയതി സെലിബ്രേഷൻ. ഡ്രസ് ഒന്നും വാങ്ങി കൊടുക്കണില്ലേ? കൊടുക്കണ്ട്. മേടിച്ചു എടുത്തോട്ടോ, ഇപ്പൊ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോ നിങ്ങളുടെ കോളേജിലുള്ള ആഘോഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഇപ്രാവശ്യം ലളിതമായാണ് ആഘോഷിക്കുന്നത്, ഉച്ചവരെയുള്ളൂ. പിന്നെ ആഘോഷങ്ങളൊന്നും ഇല്ലേ? സദ്യ ഉണ്ട്. തിരുവാതിരകളിയൊന്നും ഒന്നുമില്ല. എന്ത് പറ്റി? അല്ല, വയനാട് പ്രശ്നല്ലേ, അത് കാരണം വളരെ ലളിതമായി. വീട്ടിലെ ഓണാഘോഷം എങ്ങനെയാ? വീട്ടിൽ കസിൻസ് ഒക്കെ വന്ന് അടിപൊളിയാ, നൈസായിട്ട് ആഘോഷം. നമുക്ക് ഒരു പാട്ടൊന്നും പാടിത്തരും നോമിനെ. നീ ഏതെങ്കിലും ഒരു പാട്ട്, അറിയാവുന്ന ഒരു പാട്ടൊക്കെ പാടിക്കോ. കുട്ടനാടൻ തുഞ്ചയിൽ
കുയിലേ തിത്തേ തകരേതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തേ തകരേതേതോ കൊട്ടു വേണം കുറവ വേണം ഓ തിത്തിത്താരാ തിത്തേ തിത്തേ തകരേതേതോ. പോരെ, സന്തോഷമായിരിക്കണോട്ടോ എല്ലാവരും. അപ്പോൾ ഹാപ്പി ഓണം, നന്നായി വരട്ടെ. എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങൾ. ഓണത്തിന്റെ ഒരുക്കങ്ങൾ അവിടെ വരെ ഓണത്തം കഴിഞ്ഞു. നല്ല വിഷയം എന്താ പറയാ, ഓണം വരട്ടെ. എന്താ ചെയ്യുന്നേ? ഞാനൊരു സൈറ്റ് എഞ്ചിനീയറാണ്, കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. എങ്ങനെയാണ്, കെട്ടിട പണിയൊക്കെ ഉണ്ടോ? ഉണ്ട്. ഉഷാറാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഓണം എങ്ങനെയാണ്? വീട്ടിലെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? വീട്ടിൽ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. ഫാമിലി ആയിട്ട് വല്ലയിടത്തൊക്കെ കറങ്ങാൻ പോവോ? കറങ്ങാനൊക്കെ പോകും. ഫാമിലി ആയിട്ട് ഉണ്ടാവും. വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്ക് വെക്കേഷനാണ്. എല്ലാവർക്കും ഹാപ്പി ആവണം. അപ്പോൾ സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഓണങ്ങൾ തുടങ്ങിക്കോളാം. മാവേലി വന്നു പറഞ്ഞു കേട്ടോ. ആ മാവേലി പാതാളത്തിൽ നിന്നാ പേര് ജോൺസേട്ടാ. നമ്മളിപ്പോ അതുപോലെ തന്നെ എത്തിട്ടോ. നോമ്പ് അതുപോലെ തന്നെ എത്തി പാതാളത്തിൽ നിന്ന്. നമ്മക്ക് എങ്ങോട്ട് പോവാനാ? പാതാളം ഭൂമി, പാതാളം ഭൂമി. ഇടയ്ക്ക് ജോസേട്ടനെയും കാണും. ഹാപ്പി ആണോ എല്ലാവരോടും? ഹാപ്പി ആണോ? അപ്പൊ അങ്ങനെ പോവാ, ഇങ്ങനെ നടക്കുക. ഗ്ലാസ് ആണോ? പായസം കുടിക്കാനാണോ? പാൽസർവത്ത് കുടിക്കാനാ? ശരി, പായസം കുടിക്കാനാന്ന് വിചാരിച്ചു. തോമ വിചാരിച്ചു ഇത്ര ഗ്ലാസ്സുകളൊക്കെ പോകുമ്പോ. ഹാപ്പി ഓണം. ഇത് വെച്ചിരിക്കണ കൊണോറൊക്കെ കഴിഞ്ഞില്ലേ? പക്ഷേ രസം എന്നുണ്ട്. സൂപ്പർ, ഉഷാറാണ്. ഉഷാറ്. ഇതവിടെ കടയിൽ നിന്ന് കേറുണ്ടോ? നോമിനെ പറ്റിയ വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ. നോമിനെ പറ്റിയ വല്ല ഡ്രസ് ഉണ്ടോ? ഓ ഏതാ വെച്ചുണ്ട്? പാലക്കാടാണോ? പാലക്കാട് വടക്കഞ്ചേരി. അതാണ്. ഓ പാലക്കാടാണ്. ഓ അല്ലേ? ഓ നല്ല ഭാഷയാണ് കേട്ടോ. അതെ അല്ലേ? നോമിനത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഭാഷ. പേരെന്താ? പേര് ജിതിൻ. ഉഷാറാവട്ടെ. ഓ ഉഷാറ്. ഉഷാറാവട്ടെ എന്ന് പറഞ്ഞ ബാഗൊക്കെ ഒരെണ്ണം നമുക്ക് പാതാളത്തിലേക്ക് കൊണ്ടുപോകണം. നല്ല ബാഗ് ഉണ്ടോ? ഉഷാറല്ലേ? കച്ചവടമൊക്കെ എങ്ങനെ? കച്ചവടം കുറവാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്താണ് സർബത്തോ? ഒരെണ്ണം കുടിക്കാല്ലേ? നോമിന് ഇപ്പൊ ഭക്ഷണം ഒന്നും കഴിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും വയറിനൊരു പ്രശ്നം. സന്തോഷമായിട്ട് തരണതാ. മാവേലിക്ക് പാൽസർവത്ത് എടുക്കണ്ട കേട്ടോ. കാരണം വേറൊന്നുമില്ല, മാവേലിക്ക് വിഷമാണ്. കാരണം വേറൊന്നുമില്ല, പുറമേന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാവേലി കണ്ട് പിടിക്കണില്ല. ഇത് ഞങ്ങളുടെ സ്പെഷ്യലാ. എന്താ പേര്? ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ സർബത്താ. അതായത് ഇതിലൊക്കെ കണ്ടില്ലേ, ഈന്തപ്പഴം, മുന്തിരി ഇതൊക്കെ ഇട്ടിട്ടുള്ളതാണ്. മാവേലിനെ കുട്ടിപ്പിച്ചിട്ട് വിടുള്ളൂ. പേര് ഇവിടുള്ളൂ മാവേലി. എന്തായാലും എൻ്റെ പേര് റഷീദ്. ഞങ്ങൾ ഉണ്ടാക്കണത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കണതാണ്. എന്റെ പൊന്നെ, ഇങ്ങോട്ട് വന്നേ. ഇത് കണ്ടേ? കണ്ടോ പാല് വലിയല്ലേ? നോക്കി, കണ്ടോ 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 നോക്കി, കണ്ടോ? കണ്ടോ പാല് പോലത്തെ പാൽ സർവത്ത്. അപ്പോ നോമ്പൊന്ന് കഴിക്കാണ് കേട്ടോ. ഇനി 2 ദിവസം കണ്ടില്ലെങ്കിൽ ആരും ഒന്നും വിചാരിക്കരുത്. ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ. അയ്യോ ഒന്നും പറയണ്ട. ഋഷിദേട്ടൻ പറഞ്ഞ പോലെ തന്നെ പാൽ സർവത്ത് ഒരു ഒന്നന്തര പാൽ സർവത്താണ്. കിട്ടിലിനായിട്ടുണ്ട്. എന്തൊക്കെയാ സംഭവം? ഈ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ മുന്തിരി ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുള്ളതാണ്. ഈ നറുനണ്ടി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ചൂടിന് നല്ലതാണ്. സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ശരീരത്തിന് തണുപ്പ് കൊടുക്കുന്നതാണ്. വേണ്ട ആണ് ആ നറുനണ്ടിക്കായ. അതിൽ മുന്തിരി, ആപ്പിള്, അണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഈ സിറപ്പ്. ഉഷാറാവട്ടെ കേട്ടോ. ഈ സിറപ്പ് വേണ്ട. എന്തായാലും നന്നായിട്ടുണ്ട്. ഓണാശംസകൾ. താങ്ക് യു. അപ്പോൾ കൊള്ളാം. പാൽ സർവത്ത് അങ്ങനെ കഴിച്ചു. നമ്മൾ പാൽ പായസേ കഴിച്ചിട്ടുള്ളൂ, പാൽ സർവത്ത് കഴിച്ചിട്ടില്ല. കണ്ടോ, എന്തായാലും സന്തോഷമുണ്ട്. നമസ്കാരം ഉണ്ട് കേട്ടോ. ഓടിപ്പോണ്ട, ഓടിപ്പോയാൽ കുഴി വീഴും. കുഴി വീണ കാലൊടിയും. അതിൽ ഇവിടെ മര്യാദയ്ക്ക് നിന്നോ. എന്താ പേര്? കൃപ. അജില. എവിടെ നിന്ന് പറഞ്ഞേ? പുത്തൂര്. സെയിം. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? നന്നായി പോണം. ഓണത്തിന്റെ കോടിയൊക്കെ വാങ്ങിയോ? ഇല്ല, വാങ്ങാൻ പോവാണ്. വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താ പഠിക്കുവാണോ? അല്ല, വർക്ക് ചെയ്യാ. എടപ്പള്ളിയിൽ. ഞാനും വർക്ക് ചെയ്യുന്ന എറണാകുളത്ത്. ഹാപ്പി ഓണം. നമസ്കാരം ഉണ്ട് കേട്ടോ. നമസ്കാരം. എവിടെ നിന്ന് പറഞ്ഞേ? തൂവാനൂര്. കേച്ചേരി. പേര്? അപ്സര. ദേവിക. ധ്രുവ. ഷിജി. ലത. എല്ലാവരും ഓണക്കോടിയൊക്കെ വാങ്ങിയോ? എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കങ്ങൾ? എവിടെ വരെ ആയെന്ന് പറഞ്ഞോ? ഒരുക്കങ്ങൾ എന്താ, ഓണക്കോടി എടുത്തു,
തൃക്കാരപ്പനെ മേടിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ട് പൊട്ടി പോകണ്ട. അങ്ങനെയൊക്കെ ഹാപ്പിയാണല്ലോ. നോം ഭയങ്കര ഹാപ്പിയാണ് എല്ലാ പ്രാവശ്യം വരുമ്പോൾ. ഈ പ്രാവശ്യം നോമിൻ്റെ ഒരു മാറ്റമൊക്കെ ഉണ്ട്, എല്ലാം പറയാൻ പറ്റുമോ? ഷൂസ് ആണോ? ഷൂ ഒക്കെ മാറി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതെ അതെ, മെതിയടിയൊക്കെ ഒന്ന് മാറ്റി സൂപ്പർ ആയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് മാറണം. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. കാലത്തിനൊക്കെ അനുസരിച്ച് കോലം മാറി. അപ്പോൾ നോമൻ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒരു പാട്ട് എനിക്ക് കേൾക്കണം. ആരാ പാട്ട് പാടാ? എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, പക്ഷെ മാവേലി പറയുമ്പോൾ എനിക്ക് ഒഴിവാക്കാൻ കഴിയും. നോമൊരാഗ്രഹം പ്രകടിപ്പിച്ച് അതങ്ങ് തരണം, അത്രേ ഉള്ളൂ. എൻ്റെ ബാധ്യതയാണ്. അപ്പോൾ എൻ്റെ അനുഗ്രഹം കിട്ടും. പറഞ്ഞോ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ മകം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ നമുക്ക് പാടി തന്നിരിക്കണു. നല്ല പാട്ട് കേട്ടോ. കാണാനും സുന്ദരികളൊക്കെയാണ്. അപ്പോൾ കുഴപ്പമില്ല, എന്താ ചിരി. അപ്പോൾ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഒരു ഇടിവെട്ട് സമ്മാനം അങ്ങോട്ട് കൊടുക്കാം. ഓണായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പിടിച്ചോളൂ. ഇങ്ങനെ പ്രതീക്ഷിച്ചോ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഈ ഓണം സന്തോഷം. സന്തോഷം സ്റ്റാർട്ട് ചെയ്യണേ നമ്മുടെ ഓണം. അതെ. എന്താ മിണ്ടാണ്ട് നിൽക്കണേ? ഇല്ല, സന്തോഷം. എവിടെ സന്തോഷം? നല്ല സന്തോഷം. എന്താ പേര്? ദേവിക. ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് തൽക്കാലം കൂടെ നിർത്തിയിട്ട് നോം മറ്റൊരു ദിവസത്തിലേക്ക്, അതായത് വേറൊന്നുമല്ല കേട്ടോ, നാളെ നമ്മൾ വീണ്ടും വരും. അപ്പോൾ മാവേലി ഫൺ വിത്ത് മാവേലിക്ക് ഒരുപാട് പേര് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ഫോൺ എടുക്കാനേ പറ്റണില്ല, ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, മാവേലിയോട് സംസാരിക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിൽ അങ്ങോട്ട് വിളിക്കുക. നോം അങ്ങോട്ട് വരുമ്പോൾ കൈ നിറയെ സമ്മാനം അങ്ങോട്ട് തരും. അപ്പോൾ ഫൺ വിത്ത് മാവേലി എല്ലാ ദിവസവും രാത്രി 7:45 മുതൽ 8:30 വരെ കാണാൻ മറക്കരുത്. അത്തം മുതൽ 10 ദിവസം നമ്മുടെ ജില്ലയുടെ സ്വന്തം ചാനലായ ഈ TCVയുടെ ഒപ്പം നമ്മളുണ്ട്. അതിന് ശേഷമേ നമ്മൾ പാതാളത്തിലേക്ക് പോളൂ. അപ്പോൾ എല്ലാവരും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ടായി.